മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ദിസ് ഇസ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, കോ പ്രസന്റഡ് ബൈ SLBS മാർക്ലെൻസ്, പവേർഡ് ബൈ അമൃതവേണി ലൈസ്കേറ്റ്, കോ പവേർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. ഞങ്ങളുടെ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ഓണാഘോഷം ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ എപ്പിസോഡും വ്യത്യസ്തമായ പരിപാടികളുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഓണം എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രിവാൻഡ്രത്താണ്. കാരണം ട്രിവാൻഡ്രത്ത് ഓണമായി കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പേ ലൈറ്റ് കാര്യങ്ങൾ വരും. ഓരോ ദിവസവും ഓരോ പരിപാടികളുണ്ട്. ഇത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ആ ഒരു മൊമെന്റിനാണ് നമ്മൾ എല്ലാരും വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മുടെ ആഘോഷ പരിപാടി നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് എല്ലാ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ. തീർച്ചയായിട്ടും ചേച്ചിക്ക് എന്റെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ. കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ 1000 ഓണാശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ ഓണമായിട്ട് എല്ലാവരും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? ജോസഫേ, ഞാൻ ചോദിക്കുന്ന ചോദ്യം കറക്റ്റായിട്ട് ഉത്തരം പറയണം. മഹാബലി തമ്പുരാന്റെ കൊട്ടാരം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അലക്കരുത്, ഓരോരുത്തരായിട്ട് മണ്ടത്തരം, ഓരോരുത്തരായിട്ട് പറയാം. കായംകുളം. സൗന്ദര്യമുണ്ടെന്നുള്ള ഗുണം മാത്രമേ ഞാൻ വേറെ ഒരു ഗുണമില്ല എനിക്ക്. ഞാൻ അഭിമാനത്തോടെ പറയും, എന്റെ നാട്ടിൽ നമ്മുടെ ട്രിവാൻഡ്രം കുതിരമാളിക പാലസില് മഹാബലിയുടെ കൊട്ടാരം അല്ല. കഴിഞ്ഞ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എന്റെ കറക്റ്റ് ആൻസർ ലാസ്റ്റ് പറഞ്ഞു. കൊച്ചിക്കാരനാണ്. മധ്യ കേരളത്തിലാണ്. ശരി, എന്നാ പിടിച്ചോ. ആദ്യമായിട്ട് കറക്റ്റ് ഉത്തരം ഞാൻ പറയാൻ പോവുകയാണ്. നമ്മുടെ കൊച്ചി കളമശ്ശേരിക്ക് അടുത്തുള്ള പാതാളം. ഇൻട്രോ വെച്ച് മണ്ടത്തരം പറയുന്ന ഒരു പെൺകുട്ടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാനോ തന്നെയാ വിചാരിച്ചേ. കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞ ഞാൻ പറഞ്ഞോട്ടെ. ആക്ച്വലി മാവേലി ഉണ്ടല്ലോ, കുറച്ചു പേർക്ക് അറിയുള്ളൂ, ചേട്ടൻ അറിയായിരിക്കും. 50-50 ആണ്. പകുതി തമിഴ്നാട് പകുതി മലയാളിയാണ്. മഹാബലിപുരത്തും മാവേലിക്കരയിലായിട്ടാണ് പുള്ളി ജീവിച്ചിരുന്നത്. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകുന്നൊന്നും പറയുന്നില്ല. ഇതിലെല്ലാരും തുല്ലിട്ടൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആർക്കും അറിയില്ല. മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയിലാണ് മഹാബലി തമ്പുരാന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. എന്നിട്ടറിയായിരുന്നോ? അതാണ് പറയുന്നത്, നമ്മൾ എല്ലാം അറിഞ്ഞു വേണം. നമ്മൾ എന്താണ് ഒരു ഓണം എന്ന് പറയുമ്പോൾ അവിടെയായിരുന്നു മഹാബലി തമ്പുരാന്റെ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അവിടെയായിരുന്നു മഹാബലി തമ്പുരാനെ ചവിട്ടി താഴ്ത്തിയത്. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോ, ഈ തൃക്കാക്കര വഴിയായിരിക്കോ മാവേലി പോയി വരുന്നത്? തീർച്ചയായിട്ടും ചവിട്ടി താഴ്ത്തിയ വഴിയിലൂടെ ആയിരിക്കും തിരിച്ച് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ പ്രജകളെ കാണാൻ വേണ്ടി എല്ലാ വർഷവും വരുമല്ലോ. ചിലപ്പോൾ അതുവഴിയായിരിക്കും. നമ്മുടെ ചാനൽ, അതായത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കൈയോടെ ഫ്രഷ് ആയിട്ട് തൃക്കാക്കരയിൽ നിന്നും മാവേലിയെ നമ്മൾ പൊക്കിക്കൊണ്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരും. പേടിക്കണ്ട, വാ. ഇവരെ കൊണ്ടുവച്ച് എടുക്കാൻ പോകണം. കിട പോകണം അർജന്റായിട്ട്. എന്റെ ബാക്കിൽ നിന്ന് മതിയാ? അതോ അറിയാമോ ചേച്ചി? ഇതാണ് തൃക്കാക്കര മഹാബലി തമ്പുരാന്റെ കൊട്ടാരം നിന്ന സ്ഥലം. കൊള്ളാം. ഇവിടെയാണ് മഹാബലി തമ്പുരാനെ ചവിട്ടി താഴ്ത്തിയ സ്ഥലം. അപ്പൊ ഈ പരിസരത്ത് എവിടെയോ ആണ് ആ കുഴി. ഒരു കുഴി ഇത് തന്നെയായിരിക്കും ആ കുഴി. ഈ ഹോളിൽ കൂടെ ആയിരിക്കും മിക്കവാറും മഹാബലി തമ്പുരാൻ വരുന്നത്. ഈ ഹോളുള്ള സ്ഥലത്തിനല്ലേ ഹോളണ്ട് എന്ന് പറയുന്നേ? ആ ഓണത്തിന്റെ സകല മൂടും കൊണ്ട് കളഞ്ഞു. ദൈവം ഇത് മഹാബലി തമ്പുരാൻ കാണണേ, നീ വാ തുറക്കരുത്. നിനക്ക് വേണം ഞാൻ അങ്ങോട്ട് പല പൈസ വേണമെങ്കിൽ തരാം. അടുത്ത പരിപാടി എന്താണ്? അതായത് ഇതുവഴിയായിരിക്കും മഹാബലി തമ്പുരാൻ വരുന്നതെന്നാണ് എന്റെ ഒരു നിഗമനം. ചേട്ടാ, ഇത് എങ്ങനെയായിരിക്കും വരുന്നത്? പല്ലക്ക്, രഥം, പുഷ്പക വിമാനം, എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വരും. പക്ഷെ ഇനി മിന്നൽ ബസ് വരുമോ വന്ദേ ഭാരത് വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒന്ന് വിളിച്ചു നോക്കിയാലോ? ആദ്യമായിട്ട് കുഴി വെപ്പോ മാളൂട്ടി നല്ല മാളൂട്ടിക്ക് പണ്ട്. ഇപ്പൊ ട്രെൻഡ് മാറി, ഇപ്പൊ വേറെയാണ്. എക്കോ ഇട്ട് മണ്ടത്തരം പറയുന്ന ഒരു മണ്ടനെ ആദ്യമായിട്ട് നീ മാറിയില്ല. ഞോട്ടും കുഴി വീണ സിനിമയും കണ്ടിട്ട് കിടന്ന മാളൂട്ടി മക്കളെ മഹാബലി തമ്പുരാനെ വിളിക്കേണ്ടത് അങ്ങനെയല്ല. അതൊരു ചിട്ടവട്ടമുണ്ട്. ഞാനൊരു ഡയലോഗ് പറയും, അത് നിങ്ങൾ ഏറ്റു വിളിക്കണം. റെഡിയാണല്ലോ? ചോട്ടാക്കരുത്, അദ്ദേഹത്തെ താളം തെറ്റിക്കരുത്. യാതൊരു പ്രതീക്ഷയില്ല. കാരണം നിങ്ങളാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ വിളിക്കാൻ പോവാണ്. ലീഡ് ചെയ്യണം. ആർപ്പോ ആടാ സ്ക്രാച്ച് ആൻഡ് സൗണ്ടുമായിട്ട് ഞാൻ പറഞ്ഞു.
സോറി ഇറോ എനിക്ക് നമ്മൾ അറപ്പിക്കരുത്, പകുതി വഴി വന്ന് തിരിച്ചിറങ്ങി പോകും. അയ്യോ, ഇല്ല, ഒന്നുകൂടെ എല്ലാരും ഒരുമിച്ച്. സമയം കളയണ്ട. റെഡി റെഡി. ഞാൻ വിളിക്കും. ആ, ആർപ്പോ നമ്മളല്ല നമ്മള് വിളിച്ചിട്ടില്ല. ആടാ എമ്മ RS ഉണ്ട് ബൈക്കിൽ വഴി പോണത്. ശ്ശേ, എന്താ സംഗതി ഇത്? സ്ക്രാച്ച് ബൈക്കിന്റെ സൗണ്ടാണ്. Just got this down, so it's time. I like a vibe, feel like a tech. Just got this down, so it's time. I like a vibe, feel like a tech. അഖിലേട്ടാ, ആ? വേറെ ഏതോ ടീം വന്നിട്ടുണ്ട്. കൈയോടെ നമ്മൾ തന്നെ പൊക്കിയിരിക്കണം. ആടാ കാട്ടിക്കിടന്ന് എട്ടെടുക്കുന്നത്. ടെസ്റ്റ് കിടക്കണടാ. എനിക്കൊന്ന് ഗൂഗിൾ മാപ്പിലാണ് വഴി തെറ്റി ഒന്ന് കയറി. ആയിരിക്കും. ഗൂഗിൾ മാപ്പ് വഴിതെറ്റി വന്നൊന്നുമല്ല, ഞങ്ങൾ കൃത്യ സ്ഥലത്ത് തന്നെയാ വന്നത്. ഞങ്ങൾ എവിടെയാണ് വന്നതെന്നുള്ള വ്യക്തമായ ധാരണ ഞങ്ങൾക്കുണ്ട്. ഓഹോ, ആരാണെന്ന് അല്ല, നിങ്ങളാരാ മനസ്സിലായില്ല? ഞങ്ങളെ മനസ്സിലായില്ലേ? ഇല്ല. അമൃത ടിവിയിലെ കോമഡി മാസ്റ്റേഴ്സ് എന്ന ജനപ്രിയ പ്രോഗ്രാമിലെ സെലിബ്രിറ്റീസ് ആണ്. സെലിബ്രേറ്റ് എന്നാ അപ്പൊ ചക്ര പറ്റിയത് ഏത് ഭാഗമായിട്ട് വരുമെന്ന് ശ്ശേ, ഈ പുള്ളിയുടെ ഈ കോമഡി എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടല്ലോ. അതെ. അല്ല ഞാൻ കഴിച്ചു വിട്ടെ. നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലേ നമുക്ക്? മനസ്സിലായില്ല. ഞങ്ങൾ വേറൊരു ഉദ്യോഗമായിട്ട് ഇവിടെ വന്നതാണ്. എന്ത് ഉദ്യോഗമായിട്ടാ നിങ്ങൾ വന്നത്? അത് ഞങ്ങൾ ഈ തൃക്കാക്കരയിൽ വന്നിട്ട് മഹാബലി തമ്പുരാനെ എക്സ്ക്ലൂസീവോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആർട്ടിസ്റ്റുകളാണ്. ആണല്ലേ? എന്നാ കൊണ്ടുപോയിക്കോളൂ. വന്നില്ലല്ലോ. വെയിറ്റ് ചെയ്യണല്ലോ. അല്ല, മടിക്കണ്ട, കൊണ്ടുപോയിക്കോളൂ. അപ്പൊ കൊണ്ടുപോകും. എന്നാ കൊണ്ടുപോയിക്കോളൂ. മാവേലിയെ കൊണ്ടുപോകാനാണ് വന്നതെന്ന്. ചേട്ടൻ വിട്ടോ. എന്റെ മാഷേ, ഞാനാണ് ഈ മാവേലി. ആര് പറഞ്ഞു മാവേലി? ഇതാണ് മാവേലി. മാവേലി നമുക്കറിയാം. ഞാൻ മാവേലി അല്ലെന്ന് പറയാൻ താൻ ഇതിനു മുമ്പ് മാവേലി കണ്ടിട്ടുണ്ടോ? ആരാ ഇത്? കാവിൽ ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. പുരുഷത്വം വിളങ്ങുന്ന മുഖം, കൊഴിഞ്ഞുപോയ മീശഭാരം, നാക്കിലും മൂക്കിലും പ്രവൃത്തിയത് ദൈവീക ഭാവം എന്നൊക്കെ പറയണമെങ്കിലേ കാണുന്ന കണ്ണുകൊട്ടനായിരിക്കണം. ഒരുമാതിരി കണ്ണേറ് കോലം പോലെ ബാക്കിലാടാ വേറാളോ. വേതാളെന്ന് വിളിക്കുന്നു. നിർത്തേ. പോയി. കളിയാക്കുന്നു. മാവേലി, മഹാബലി, അതായത് ഇന്ദ്രസേനൻ, പ്രഹ്ലാദന്റെ പേരക്കുട്ടിയും വിരോധന്റെ മകനുമായ അസുര ചക്രവർത്തി, ധർമ്മിഷ്ഠനായ രാജാവും, സ്വന്തം പ്രജകളെ ജീവന് തുല്യം സ്നേഹിച്ച ഭരണാധികാരി. അദ്ദേഹത്തിന്റെ കാലത്ത് കള്ളമില്ല, ചതിയില്ല, വെട്ടിപ്പില്ല, കമ്മീഷനില്ല, ഓൺലൈൻ തട്ടിപ്പില്ല, ജാതിയുടെ മതത്തിന്റെ പേരിൽ വേർപിരിവില്ല. എല്ലാവർക്കും സമത്വം, സമാധാനം, സന്തോഷം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആദി പൂണ്ടവർ ആളെ വിട്ട് 3 അടി മണ്ണ് മാത്രം ചോദിച്ചു. നമ്മളെ മാവേലി എന്തും കൊടുക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുകില്ല. ആദ്യം അടി കൊണ്ട് ഭൂമി, 2ാം അടി കൊണ്ട് ആകാശം, 3ാമത്തെ അടിക്ക് സ്ഥലമില്ലാതായപ്പോൾ സ്വന്തം ശിരസ് കാണിച്ചു കൊടുത്തു. ആ വാക്ക് പാലിച്ചു, ദാനം പാലിച്ചു, ധർമ്മം പാലിച്ചു. ആ സത്യസന്ധതയ്ക്കും വിനയത്തിനും പ്രതിഫലമായാണ് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ അദ്ദേഹം വരുന്നത്. പിന്നെ മഹാബലി തന്നെയാണോ നിങ്ങളെ സംശയം? ഇപ്പൊ തീർത്തു തരാം. ഇദ്ദേഹത്തിന്റെ മുത്തശ്ശൻ ഉപയോഗിച്ചിരുന്ന തലമുറകൾ കൈമാറി വന്ന ഈ രാജകിരീടം, കൂടാതെ ഈ മന്ത്രമോതിരം. സാറേ, ഓണം വെറും സത്യം മാത്രമല്ല, പായസം മാത്രമല്ല, പൂക്കളമല്ല, വള്ളംകളിയല്ല, ഉറിയടിയല്ല, ഒരു നാടിനെ സ്വന്തം കുടുംബം പോലെ സ്നേഹിച്ച ഒരു രാജാവിന്റെ തിരിച്ചുവരവിന്റെ ആഘോഷമാണ്. അതാണ് സാറേ ഓണം. ഇതാണ് സാറേ മാവേലി. ഓർത്താൽ നന്നേ. ശരിക്കും ഇവനാണ് മാവേലി. ഹലോ. എനിക്കൊരു ഡയലോഗ് വല്ലതും വാക്കല്ല തൊണ്ടേ കയറി കാണും. മാറത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ലെങ്ത് ഡയലോഗ് പറയുന്നത്. അതും പ്രോമിറ്റ് ഇല്ലാതെ. ഓണത്തിന് ബോണസ് കൂട്ടി തരണം. അത് തരാം. എങ്ങനെയുണ്ട്? പ്രതീക്ഷിച്ചില്ല. എങ്ങനെയുണ്ട്? അതൊക്കെ പോട്ടെ. അല്ല, താങ്കൾ മാവേലിയാണ് നമ്മൾ സമ്മതിച്ചു. അല്ല, ഇതാരാണ്?
ഇത് വേണ്ട എന്നെ പറ്റി ഞാൻ തന്നെ പറഞ്ഞു കൂടി പോകും. ഇതെന്റെ PA. PA എന്ന് പറഞ്ഞാൽ പാതാളം അഡ്മിനിസ്ട്രേറ്റർ. അത് അദ്ദേഹത്തിന്റെ വാവുണ്ടെന്ന് കേൾക്കണമെന്ന് ആഗ്രഹം. ആരാണ് താങ്കൾ? അല്ല നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അല്ല പറയൂ, താങ്കളുടെ എന്താണ് ജോലി എന്ന് പറയും. അല്ല നല്ലൊരു ഓണക്കാലല്ലേ പാതാളം ഓണമായിട്ട് ശാപം പിടിച്ച് വാങ്ങരുതേ. ഉള്ള കാര്യം പറഞ്ഞേക്കെ 2 വർഷം നീ നിന്ന് കറങ്ങും. അപ്പൊ നിങ്ങൾ ഇപ്പോഴും വരുന്ന വഴിയാണ് ഈ കുഴിയിൽ നിന്ന്? എന്റെ സുഹൃത്തെ ഞങ്ങൾ 5 ദിവസം മുമ്പേ കേരളത്തിൽ വന്നതല്ലേ. എക്സ്ക്ലൂസിവിറ്റി പോയാ വേറെ ചാനലിലൊന്നും പോയിട്ടില്ല. അപ്പൊ ഈ മാവേലി എന്ന് പറയുമ്പേ സാധാരണ ഓലക്കുടയൊക്കെ ചൂടി കൊടവരൊക്കെ വെച്ച് മെതിയുടെയൊക്കെ ഇട്ടാണല്ലോ വരാറ്. ഇതെന്താ വേറൊരു വേഷത്തിൽ വിശ്വസിക്കാൻ പറ്റും. നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പേരെന്താ? VD സതീശൻ സാറ്. അത് ഒറിജിനൽ പേര്. ഈ ട്രെൻഡിങ് പേരെന്താ? മുഖ്യമന്ത്രി ആണല്ലോ. ഇത് പൂക്കി മാവേലി. ഓ, അങ്ങനെ. അതായത് ഞങ്ങള് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്നവരാ. ഓക്കെ, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യൻ വരും. ഇത് പൂക്കി മാവേലി. താങ്കൾ മൂക്കി പിന്നെ ഇത് നിങ്ങളെ കാര്യം നടക്കട്ടെ. അതല്ല പറയൂ, അത് അദ്ദേഹത്തിന്റെ തൊഴിലൊന്ന് പറഞ്ഞു തരാൻ പറയൂ. എന്താണ് നിങ്ങൾ? നല്ല നല്ല ഡ്രസ് ഇത് നേരത്തെ എവിടെ നടത്തുണ്ട് ഒന്ന് പറയൂ. അദ്ദേഹം തിരുവാ കൊണ്ട് ഒന്ന് പറയൂ. ഓക്കെ ഓക്കെ കാര്യങ്ങൾ നടക്കട്ടെ. അതെ അതെ ആ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ടുപോണ്ടേ. പിന്നെ നമ്മളെ ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം. ഞങ്ങളുടെ ഓണം അവിടെ നമ്മുടെ പ്രേക്ഷകരോട് പാടിച്ചു പൊളിക്കണം. അത് മാത്രമല്ല എല്ലാവർക്കും അങ്ങയുടെ അനുഗ്രഹവും വേണം. തീർച്ചയായും. നമ്മൾ എങ്ങനെ പോകും? കൊണ്ടുപോകാൻ ഞാനല്ലേ ഉള്ളത്. കൈ ഇങ്ങോട്ട് വെക്കൂ. എല്ലാവരും വിളിക്കല്ലേ. അപ്പൊ നമുക്ക് പോവാം. മാവേലിക്ക് ഇഷ്ടമായോ ഞങ്ങളുടെ ഈ സെറ്റൊക്കെ? അടിപൊളിയായിരുന്നു. മാവേലിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇവിടെ 2 കരക്കാരുണ്ട്, തെക്കേക്കര വടക്കേക്കര. പിന്നെ ഞങ്ങൾക്കൊരു പ്രമാണിയുണ്ട്. ഞങ്ങളുടെ പ്രമാണി ദാ ശ്വേത ചേച്ചിയാണ്. ഓ ഞാൻ ശ്രദ്ധിച്ചില്ല. പാതാളം ചാനലിലൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ. പാതാളത്തിലുണ്ടോ? ഏറിലുണ്ട്, പാതാളത്തിലുണ്ടോ? അയ്യോ, സർവ്വവ്യാപിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നാട്ടുകൂട്ടമുണ്ട്. അവരായിരിക്കും വന്ന് എല്ലാം അടിപൊളിയാക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ പരിപാടി നമുക്ക് നമ്മുടെ നാട്ടുകൂട്ടം. അല്ലല്ല ഞാൻ വന്ന സ്ഥിതിക്ക് എന്റെ പ്രജകളെ ഞാൻ വിളിക്കാം. അയ്യോ അത് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല ഞാൻ വിളിച്ചോളാം. എന്നാ ഓക്കെ. ഞാൻ വിളിക്കുന്നതേ വെറും നാട്ടുകൂട്ടല്ല, നല്ല ധമാക്ക നാട്ടുകൂട്ടം. മനസ്സിലായോ? നല്ല പ്രായത്തെ വെല്ലുന്ന ഉശിരുള്ള കുറച്ച് ആളുകൾ. കേറി വാടാ മക്കളെ. എല്ലാവരും ഹാപ്പിയായോ? അടിപൊളി. ഇനി ഒരു കാര്യം, ഈ നിൽക്കുന്ന മനുഷ്യനെ മനസ്സിലായോ? ഇല്ല, കണ്ടുപരിചയം. ആരാണ്? മനസ്സിലായില്ല. ഇദ്ദേഹം ഒരു ഡെപ്യൂട്ടി തഹസിൽദാറാണ്. അതെന്തിനാണ് ഈ ഡെപ്യൂട്ടി തഹസിൽദാറിന് ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുന്നത്? എനിക്ക് പണി കിട്ടിയത് ഈ അളവിലാണല്ലോ. ഇനി ഒരു പണി കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ടെടുക്കുക. അപ്പൊ ഒരുപാട് സന്തോഷമായി. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അല്ല ഇത് മാത്രം മതിയോ? ഇതുപോലെ ഇതിലും കുറച്ചുകൂടി കൂടിയൊരു സംഭവം ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ? വേറെ ഒരു ഡബിൾ ധമാക്കയാ മക്കളെ. ചിന്നാനക്കടി പെണ്ണെ ജിം ജിം ജിനക്കടി പെണ്ണെ നീലാസുന്ദരിയല്ലേ വരാനന്ദിനി നാദം ഈ നാടായ നാടൊക്കെ. ഇതൊക്കെ പാതാളത്തിൽ തോന്നുകളാ. വാട്ട് ഈസ് ദിസ്? ചേട്ടാ എല്ലാം ഡബിളായി കാണും. നമുക്ക് തോന്നിക്കുന്നില്ലല്ലോ. ഡബിൾ ധമാക്ക. എന്റെ കണ്ണിനെത്തോ പറ്റി. എന്റെ മാവേലി എന്തായാലും ഓണമായിട്ട് ധമാക്ക പൊളിച്ച് ഞങ്ങൾ എല്ലാവരും ഡബിൾ ധമാക്ക നമ്മൾ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. എവിടെ നിന്നാണ് ഇവരൊക്കെ ഇറക്കിയിരിക്കുന്നത്? ഇവരെല്ലാം ചേർത്തലക്കാരാണ്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. ഞങ്ങള് ചേർത്തലക്കാരാണ്. ചേർത്തലയിൽ നിന്ന് തൊട്ടടുത്താണ് മാവേലിയുടെ നാട് നമുക്ക് പറയുന്നത്. ഞങ്ങള് പരിചയപ്പെട്ട കേട്ടോ. അദ്ദേഹം ഞങ്ങളെ വിളിച്ചപ്പോഴാണ് അറിയുന്നത് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കി മാവേലി? അടിപൊളിയാണ്. നമ്മുടെ വേദി എങ്ങനെയുണ്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ? ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു വേദിയാണ്. ഏറ്റവും പ്രശസ്തരായ ആളുകൾ, പ്രത്യേകിച്ച് മാവേലിയുടെ ആധുനിക ഈ രൂപം അത് തൂക്കി തന്നെ. അതായത് തൂക്കിയെന്ന്. അതെ അതെ അതെ. ഞാൻ ക്രിക്കറ്റിന്റെ സ്റ്റംപ് അല്ല, ഞാൻ PA ആണ്. PA കൂടെ നടക്കുന്ന PA. പാതാളം അഡ്മിനിസ്ട്രേറ്റർ. ഒന്ന് പറയാൻ പറയണ്ട, കണ്ടപ്പോഴേ അറിയാം. അല്ല ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കണ്ടേ? ഈ കളിയും ചിരിയും ഇവരെ കൂടുതൽ പരിചയപ്പെടുക ഒക്കെ ചെയ്യണം. മാത്രമല്ല മാവേലി ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി തിരുവോണം വരെ മാവേലി ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതുവരെ ഫുൾ പരിപാടിയാണ്, ഫുൾ കളർഫുൾ പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്.